ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിമി എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സിമി, യഥാർത്ഥ പേരല്ല. ഞാനിപ്പോൾ ഡിഗ്രി അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പപ്പ ഗൾഫിലാണ്. വർഷങ്ങളായി. ഞാൻ ഒറ്റ മോളേ ഉള്ളൂ. രണ്ടാമതൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി അവർ പല ചികിത്സകളും ചെയ്തെങ്കിലും ഇതുവരെയും ഫലപ്രദമായിട്ടില്ല. ഈ അടുത്ത കാലത്ത് പോലും ഇപ്പോൾ ഈ വയസ്സിൽ കുട്ടികളുണ്ടായാലും പ്രശ്നമില്ലെന്ന് എൻ്റെ അമ്മ പറയുന്നത് കേട്ടു. അത് കേട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു. നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? നീ അല്ലല്ലോ പ്രസവിക്കുന്നത്, ഞാനല്ലേ. നീ നിന്റെ പണി നോക്ക് എന്ന് അമ്മ പറയും. ഞാനാണെങ്കിൽ ഇനിയൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നാണംകെടല്ലേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യും. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. എൻ്റെ പപ്പ 2 വർഷം കുടിക്കുമ്പോഴേ ഗൾഫിൽ നിന്ന് വരികയുള്ളൂ. അപ്പോൾ 3 മാസം കാണും. ഇവിടെ നിന്ന് അടുത്തൊരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളോളം നിൽക്കാനൊന്നും പപ്പ തയ്യാറല്ല. അതുകൊണ്ട് കുട്ടികളുണ്ടാകുന്ന കാര്യമൊക്കെ കട്ടപ്പുകയാണെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ അമ്മ ചെറുപ്പമാണ്, നന്നായി ഒരുങ്ങി എൻ്റെ പപ്പ വരുമ്പോഴേക്കും ഒരു നവവധുവിനെ പോലെയാണ് പെരുമാറുന്നത്. ലീവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ 2 പേരും പുറത്തെങ്ങും പോകില്ല. സാധാരണ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബന്ധുക്കളെ കാണാനോ അല്ലെങ്കിൽ കറങ്ങാനോ ഒക്കെ പോകില്ലേ. ഇവിടെയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ 2 പേരും മുറിക്കകത്താണ് സർവ്വസമയം. ആ സമയത്ത് അമ്മയെ കാണാൻ പോലും കിട്ടില്ല. ഞാനൊരു ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പിന്നെ എന്നോട് ദേഷ്യപ്പെട്ടു. നീ ഇതൊക്കെ വാച്ച് ചെയ്യുകയാണോ? നിന്റെ തന്തയും തള്ളയും ഭാര്യയും ഭർത്താവുമാണ്. നിനക്കെന്താ എൻ്റെ കെട്ടി വരുമ്പോൾ ഞാൻ മുറിയിലിരിക്കുന്നതിന് പ്രശ്നം? നീ പ്രായപൂർത്തിയായ പെണ്ണല്ലേ, നിനക്കെന്തെങ്കിലും വെച്ച് കഴിക്കരുതോ? ഞാൻ വന്ന് നിൻ്റെ വയലോട്ട് എടുത്ത് വെച്ചെന്നല്ലേ നീ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളും. അമ്മയ്ക്ക് ഇത്തിരി ആവേശം കൂടുതലാണെന്ന് എനിക്ക് തോന്നി. പ്രായം കൂടിയ ഭർത്താവാണെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര പ്രേമമുണ്ട് എൻ്റെ പപ്പയോടൊന്ന് എനിക്കന്ന് തോന്നിപ്പോയി. 2 പേരും മുറിക്കകത്ത് ഇറങ്ങാതെ തന്നെ പല ശബ്ദകോശങ്ങളുമായി അവിടെ ചെലവഴിക്കുന്നത് എനിക്കെൻ്റെ മുറിയിൽ നിന്ന് പോലും കേൾക്കാം. ആ സമയത്ത് ചിലപ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ഈ പ്രായത്തിലും അവർ നല്ല വൈബാണല്ലോ എന്ന്. ചിലപ്പം എനിക്ക് പുറത്തിറങ്ങി വരാത്തതിൻ്റെ ചില പ്രശ്നങ്ങളുമുണ്ട്. എന്ത് ചെയ്യാൻ, എൻ്റെ പ്രായത്തിൻ്റെ ചാബല്യം എന്ന് വേണമെങ്കിൽ പറയാം. 1 വർഷം മുമ്പ് പപ്പ ലീവിന് വന്നിട്ട് പോയി. അമ്മയാണെങ്കിൽ വളരെ സന്തോഷവതിയായിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് മാഡം ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് കേടാകുന്നത്. പണ്ടേ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജാണ്. ഇതുവരെ അതിന് യാതൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അങ്ങനെ അമ്മ സർവീസ് സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞു. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരടുത്ത ബന്ധുവാണ് വന്ന് ശരിയാക്കുന്നത്. എന്തും ഇലക്ട്രിക്കലാണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും എന്താണെങ്കിലും. അങ്ങേര് ആ വട്ടം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരാൾ വന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ 10-30 വയസ്സാകാറായ ഒരു ചേട്ടൻ. കണ്ടു കഴിഞ്ഞാൽ ദൈവമേ, സിനിമാ നടന്മാർ പോലും തോറ്റുപോകും, അത്രയും സൗന്ദര്യമുള്ള ഒരാൾ. അയാൾ ഈ സർവീസിങ്ങൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനും പോലും പറ്റില്ല. അത്രയ്ക്കും തണ്ടും തടിയും എല്ലാം ഉള്ള ഒരാൾ. ഞാൻ നോക്കി നിന്ന് പോയി. സത്യമായും എൻ്റെ കോളേജിലൊന്നും ഇത്രയും നല്ല സൗന്ദര്യമുള്ള ഒരാണുങ്ങളില്ല. ഞാനാണ് പുള്ളി ആദ്യം വരുന്നത് കണ്ടത്. വാ പൊളന്ന് ഞാൻ നിന്ന് പോയി. സൗന്ദര്യം കണ്ടാണേ. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്ന് ആരാ മോളെന്ന് പറഞ്ഞ് അങ്ങയുടെ മുഖത്ത് നോക്കിയപ്പോഴേക്കും അമ്മ വല്ലാത്ത രീതിയിൽ അത്ഭുതപ്പെടുന്നത് ഞാൻ കണ്ടു. എന്ത് വഴി നോക്കി നിൽക്കുന്നത്? നിനക്ക് കോളേജിൽ പോകാൻ സമയമായില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ മുറിയിലേക്ക് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർക്ക് കാപ്പി കൊണ്ട് കൊടുക്കുന്നു, ചായ കൊണ്ട് കൊടുക്കുന്നു. ഇവിടെ ഇരിക്കുക, ഇതിന് നേരം കഴിഞ്ഞിട്ട് പണിയൊക്കെ തുടങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് അങ്ങ് വാത്സല്യം കൂടുന്നു. ഇപ്പോൾ വാത്സല്യപൂർവ്വമാണ് സംസാരിക്കുന്നത്. പക്ഷേ നല്ല കുതിരയുടെ ഇളക്കമാണ് അമ്മയ്ക്കുള്ളതെന്ന് എനിക്കപ്പോഴേ മനസ്സിലായി. ഇത്രയും സൗന്ദര്യമുള്ളൊരുത്തിനെ കാണുമ്പോഴേക്കും പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന ഇളക്കം, അതിപ്പോൾ അമ്മയാണെങ്കിലും മകളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് ആ സുന്ദരനായ ചെറുപ്പക്കാരുമായി അമ്മ സൊള്ളുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അയാൾ അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജ് അഴിച്ചു നോക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ അവിടുന്ന് പോകാനും അങ്ങ് മടി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലും ഇങ്ങേരും അമ്മയോട് നിൽക്കല്ലേ, എങ്ങനെയാ പോകുന്നത്? ഇയാൾ പോയി കഴിഞ്ഞിട്ട് പോയാൽ മതി. അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നീ പോകുന്നില്ലേ, കോളേജിൽ താമസിക്കുന്നില്ലോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴേ ഇല്ല, ഇന്ന് ലേറ്റായിട്ട് പോയാൽ മതി, അവിടെ രാവിലെ ഒന്നുമില്ല, ഉച്ച കഴിഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇയാളിവിടെ നിൽക്കുമ്പോഴേക്കും തീയും പഞ്ഞിയും അടുത്തിരിക്കുന്നതോടെ എനിക്ക് തോന്നി അമ്മയുടെ ഇളക്കം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് എന്തെങ്കിലും നടക്കും എന്നെനിക്കങ്ങ് തോന്നി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. എൻ്റെ മനസ്സിൽ മുഴുവനും അസൂയായിരുന്നു മാഡം. ഫ്രിഡ്ജ് നന്നാക്കുന്ന അയാളുടെ അടുത്ത് അമ്മ ചുറ്റിപ്പറ്റി നിന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. കല്യാണം കഴിഞ്ഞതാണോ? എവിടെയാ വീട്? അപ്പോൾ അയാൾ വീടിൻ്റെ സ്ഥലം പറഞ്ഞു. ആഹാ, ഇവിടെ അടുത്താണല്ലോ. ശരിക്കും പറഞ്ഞാൽ 1.5
കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങ് അത്ഭുതം കൂറുകയാണ്. എന്തായാലും പുള്ളി മാന്യമായിട്ടാണ് സംസാരിച്ചത്. അവസാനം സർവീസ് ചാർജ് പുള്ളിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ പുള്ളി എണ്ണി നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ മാഡം ഇത് ഒത്തിരി കൂടുതലുണ്ടല്ലോ എന്ന്. അപ്പം അമ്മ പറയുകയാണ് കൊഞ്ചിക്കൊണ്ടും, അതിൻ്റെ ബാക്കി നീ അങ്ങ് വെച്ചോ, എൻ്റെ ഒരു സന്തോഷത്തിന് തന്നതല്ലേ. അയ്യോ മാഡം കൂടുതൽ പൈസ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൽ വഴക്ക് പറയും, അത് കറക്റ്റായിട്ടുള്ളത് മാത്രമേ വാങ്ങാവുന്നതാണ്. അതിന് നീ എന്തിനാണ് ബാക്കി അവരുടെ കൊടുക്കുന്നത്? നിൻ്റെ പണമായിട്ടെടുത്ത് ബാക്കി നിൻ്റെ പേഴ്സ് വയ്ക്കൂ. അയാൾക്ക് സന്തോഷമായെന്ന് തോന്നുന്നു. പൈസ ഒക്കെ വാങ്ങി ടാറ്റ പറഞ്ഞ് അയാൾ പോയി. അമ്മയാണെങ്കിൽ ഏതോ ബന്ധുവിനെ യാത്ര അയക്കുന്ന പോലെ ഗേറ്റ് വരെ പോയി. അമ്മയ്ക്ക് ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീടാണ് ഞാൻ കോളേജിൽ പോയത്. മുൻവശത്താണെങ്കിലില്ലേ CCTV വെച്ചിട്ടുണ്ട്. അത് പപ്പയ്ക്ക് ഗൾഫിൽ ഇരുന്നാലും കാണാം. അതുകൊണ്ട് സാധാരണ രീതിയിൽ മാത്രമാണ് പെരുമാറാൻ തോന്നുന്നു. തിരിച്ച് യാത്ര അയച്ച് സിറ്റൗട്ട് കടന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് വല്ലാത്ത ഇളക്കമുള്ളത് പോലെ എനിക്ക് തോന്നി. നല്ല താറാവ് പോകുന്ന പോലെയാണ് അടുക്കളയിലേക്ക് പോയത്. ഇത്തിരി തുള്ളാട്ടമുണ്ട്. എനിക്കും അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഇളക്കം തോന്നി മാഡം. പക്ഷേ എന്ത് ചെയ്യാനാ, നല്ല പ്രായമുള്ളൊരു ചേട്ടനല്ലേ. ഞാനങ്ങനെയാണ് അയാളെ കയറി മുട്ടുക. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. സൗന്ദര്യമുള്ളൊരു പുരുഷനെ കാണുമ്പോഴേക്കും പെണ്ണുങ്ങളുടെ മനം പെൻഡുലം പോലെ ആടും. പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മയ്ക്ക് ആകെ മാറ്റമായിരുന്നു. മിക്കവാറും രാത്രി ഫോൺ കോൾ വരും, അങ്ങ് സംസാരം തന്നെ. ചില സമയത്തില്ലേ മാഡം, സോഫയുടെ മുകളിൽ കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് കിടന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്ര പന്തികേടായിട്ട് തോന്നുകയില്ല. അങ്ങനെയൊക്കെ ഇരുന്നങ്ങ് സംസാരിക്കുകയും കിടക്കുകയൊക്കെയാണ്. ചില സമയത്ത് മോനെ ഒന്ന് പോടാ എന്നൊക്കെ പറയും. ചേടാ ഇതെൻ്റെ പപ്പയോടല്ല, അതെനിക്ക് ഉറപ്പാണ്. കാര്യം പപ്പയോട് സംസാരിക്കാറുണ്ട് റൊമാൻറ്റിക്കായിട്ട്. അത് പക്ഷേ കുറേ രാത്രി ആകുമ്പോഴാണ്. ഇതിപ്പോൾ അതിനു മുമ്പേ സംസാരമുണ്ട്. എന്താണെന്ന് അറിയണം. അയാൾ തന്നെയാണ് ഫ്രിഡ്ജ് നന്നാക്കാൻ വന്ന ആൾ. എന്തായാലും ഒന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് ഒരു ദിവസം അമ്മയോട് വെച്ചിട്ട് പോയ ഫോണ് ഞാൻ പാസ്വേഡൊക്കെ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നത് കൊണ്ട് എടുത്ത് രഹസ്യമായി നോക്കി. ആ സമയത്ത് വാട്സാപ്പിൽ നിറയെ വോയിസ് റെക്കോർഡുകളാണ്. പേഴ്സണലായുള്ള സർവീസുകൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ മോൻ വരുമോ എന്ന് അമ്മ അങ്ങോട്ട് മെസ്സേജ് ഇട്ടിരിക്കുന്നു. അയാൾ ചോദിക്കുകയാണ്, അയ്യോ വീട്ടിൽ വേറെ എന്തെങ്കിലും കേടായെന്ന്. അല്ല, കേടായത് എൻ്റെ മനസ്സാണ്. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് വല്ലാതങ്ങ് മാറിപ്പോയി. അതെന്താ മാഡം അങ്ങനെ എന്ന് ചോദിച്ചപ്പോഴേക്കും നിനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കൊച്ചു കള്ളൻ, നീ എന്നെ അടിപിടി നോക്കുന്നത് ഞാൻ കണ്ടല്ലോ. നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണോ? അതെ മാഡം, ഞാനെന്തിന് കള്ളത്തിന് പറയണം? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് പെണ്ണ് കിട്ടാൻ പ്രയാസമാണോ? അയ്യോ അങ്ങനെയുണ്ടോ? നിന്നെ കണ്ടു കഴിഞ്ഞാൽ 100 പെണ്ണുങ്ങൾ ഓടി വരുമല്ലോ. അയ്യോ അങ്ങനെയൊന്നുമില്ല മാഡം, എന്നെ കണ്ട് ആരും ഓടി വന്നിട്ടില്ല. പിന്നെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ജോലി ഇതാണെന്ന് പറയുമ്പോഴേക്കും പലർക്കും വേണ്ട, തുച്ഛമായ വരുമാനമല്ലേ ഉള്ളൂ. അവളുമാർ മണ്ടികളാണ്. ഇങ്ങനൊരു പുരുഷനെ കിട്ടാൻ വേണ്ടിയിട്ട് ജോലിയാണോ നോക്കുന്നത്? നല്ല പുരുഷനെ നല്ല പ്രായത്തിൽ സ്വന്തമാക്കണം. ഞാൻ വല്ലതും ആയിരുന്നെങ്കിലില്ലേ അപ്പോഴേ ഞാൻ നിന്നെ കെട്ടേനെ. ഞാൻ പറയും എനിക്ക് അങ്ങേരെ മതി, അങ്ങേരുടെ ജോലി എന്തായാലും വന്ന്. ഇത്രയും സൗന്ദര്യമുള്ള നിന്നെ ഉപേക്ഷിച്ച് പെണ്ണുങ്ങൾ ആരാടാ? അവളുമാരെയൊക്കെ ചാട്ടവാറ കൊണ്ട് തല്ലണം എന്ന് പറയുന്നു എൻ്റെ അമ്മ. അമ്മയിൽ മിടുക്കിയാണ്. ആണുങ്ങളെ വളച്ചെടുക്കാൻ അമ്മ പണ്ടെന്നോ ഒരു കോഴ്സ് പൂർത്തീകരിച്ചിട്ടെന്ന് തോന്നുന്നു. ഇത്രയും നാളും അത് അടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇവിടെ അധികം ആളുകൾ വരാത്തതുകൊണ്ടായിരിക്കാം ആദ്യം വലയിൽപ്പെട്ടൊരു കിളിയാണിതെന്ന് അമ്മയ്ക്ക് തോന്നിക്കാണും. എന്തായാലും അമ്മ തിരിച്ചു പറയുകയാണ്, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പല ക്രൈറ്റീരിയകളും ആവശ്യമുണ്ട്. പക്ഷേ ഒരു സ്ത്രീക്ക് വേണ്ടതെല്ലാം നിന്നിലുള്ളത് കൊണ്ട് അല്ലാതെ നിനക്ക് ഇഷ്ടം പോലെ ഓഫറുകൾ വരുന്നുണ്ടാകുമല്ലോ. അയ്യോ മാഡം എനിക്ക് അങ്ങനൊന്നുമില്ല, ഒരു ഓഫറുമില്ല. നിനക്കൊരു ഓഫറുമില്ലേ? നീ വെറുതെ ഇരിക്കുകയാണോ? എങ്കിൽ ഞാൻ നിനക്കൊരു ഓഫർ വയ്ക്കുന്നു. നീ എൻ്റെ അടുത്തേക്ക് വരുമോ? ഞാൻ കാത്തിരിക്കുകയാണ്. അയ്യോ മാഡം കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ളതല്ലേ? എനിക്ക് കുട്ടികളൊന്നുമില്ല, ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അവളെ കണ്ടല്ലോ, ഹസ്ബൻഡ് ഗൾഫിലാണ്. പിന്നെ അങ്ങനെ 2 വർഷം കൂടിയിരിക്കുമ്പോഴേ വരാറുള്ളൂ. അത്രയും നാളും എനിക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക? അപ്പോൾ ഇതിനു മുമ്പ് ഭർത്താവ് പോയി കഴിയുമ്പോൾ മാഡത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്ന് പോടാ, വൃത്തികേട് പറയാതെ. അങ്ങനെയൊന്നുമില്ല. ഭർത്താവ് എനിക്ക് 2-3 ഉപകരണങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടു തന്നിട്ടുണ്ട്. അതിൻ്റെ സഹായത്താൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് മടുത്തു തുടങ്ങി.
റിയലായ കാര്യങ്ങളോടാണ് എനിക്ക് ഈ പ്രായത്തിൽ താല്പര്യം. എന്താണെന്നറിയില്ല, നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് നിൻ്റെ പുറകെ ഞാൻ വന്നത്. അപ്പോൾ നീ എന്നെ കളിയാക്കിയാണോ? അയ്യോ മാഡം, നമ്മൾ തമ്മിൽ നല്ല പ്രായവ്യത്യാസമില്ലേ? പ്രായവ്യത്യാസം എന്ന് പറഞ്ഞിട്ട് നിനക്കും ഒന്നും ശരിയാകില്ലേ? നീ ആണല്ലേ, നിനക്കൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അവസാനം അയാൾ പറയുന്നു, എല്ലാം മാഡത്തിൻ്റെ ഇഷ്ടം, പക്ഷേ മോൾ അവിടെ ഇല്ലേ? അവളൊരു 11 മണിയാകുമ്പോഴേക്കൊക്കെ ഉറങ്ങും. അത് കഴിഞ്ഞ് നീ വന്നാൽ മതി. ഒരു 12 to 4 മണി, ആ സമയം നമുക്ക് കറക്റ്റ് മുഹൂർത്തമാണ്, ശാന്തി മുഹൂർത്തം. നിനക്ക് വരാവുന്നതേ ഉള്ളൂ. നിനക്കറിയാമല്ലോ നമ്മുടെ കടയുടെ സൈഡിലുള്ള വഴി നിൻ്റെ വീടിൻ്റെ ഇവിടെയല്ലേ അവസാനിക്കുന്നത്? നീ പറഞ്ഞത് ശരിയാണെങ്കിൽ നിൻ്റെ വീട് അവിടെയല്ലേ? എനിക്കതറിയാം. അവിടെ നിന്ന് പെട്ടെന്ന് വരാം. എന്നിട്ട് നീ നമ്മുടെ പറമ്പിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ചാടി പുറകുവശത്തൂടെ വന്നാൽ മതി. മുൻവശത്ത് CCTV ഉണ്ട്, അത് നിനക്കറിയാമല്ലോ. അതിൽ പെടരുത്, അത്രയേ ഉള്ളൂ. പക്ഷേ മാഡം, എനിക്ക് വലിയ പേടിയാണ്. ഇത്തരം കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നീ അത്ര പേടിക്കൊന്നും വേണ്ട, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നീ എങ്ങും പെട്ടുപോകാതിരിക്കാൻ ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. എനിക്ക് വേണം നിന്നെ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ മോഹങ്ങൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ? എൻ്റെ മോഹങ്ങളെല്ലാം നിൻ്റെ മാറോട് ചേർക്കാമെന്ന് നീ കേട്ടിട്ടില്ലേ മോനെ? നീ വരുമോ? അപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം വേണമെന്ന്. എത്ര ദിവസം? ഒരു 1.5 മാസം. നിനക്ക് എന്താടാ, നിനക്ക് വന്നുകൂടെ? അപ്പോൾ അവൻ പറയുന്നല്ല, എനിക്ക് കുറച്ച് ധൃതി പണികളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പതുക്കെ വരാം. അതിനു മുമ്പേ നമ്മൾ സംസാരിച്ച് ഒന്ന് സെറ്റാകണ്ടേ? അപ്പോൾ അമ്മ പറയുന്നു, രാത്രി 1 മണിയാകുമ്പോൾ നീ വിളിക്കണം എന്നെ, ചില കാര്യങ്ങൾക്ക് നീ സഹായിക്കണം. എൻ്റെ ഭർത്താവ് ഒരു 11 മണി കഴിയുമ്പോൾ വിളിക്കും, 1 മണിക്കൂറൊക്കെ സംസാരിക്കും. അങ്ങേരെ ഞാനൊന്ന് പറഞ്ഞ് റെഡിയാക്കി അങ്ങേർക്ക് ഓക്കെ ആയി കഴിയുമ്പോഴേക്കും അങ്ങേരുടെ ശല്യം നിൽക്കും. അത് കഴിയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ ഓക്കെ ആക്കാൻ വേണ്ടി നീ വിളിക്കണം. 1.5 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാലയളവാണ്. പക്ഷേ നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അടുപ്പം രൂപീകരിച്ചിട്ട് മാത്രം മതിയെങ്കിൽ ഓക്കെ. പക്ഷെ എന്നും വിളിച്ച് എനിക്ക് വേണ്ടി നീ വട്ടം ചുഴറ്റാൻ വേണ്ടി സഹായിക്കുക കുട്ട എന്ന് ചോദിക്കുമ്പോൾ ഓക്കേടി ഓമനക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങേർ മുഴുത്ത ചില കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. പെട്ടെന്ന് തന്നെ അവൻ അതിലേക്ക് വീണുപോയി. അമ്മയാണെങ്കിൽ പറയുന്ന വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകും. ദൈവമേ, എൻ്റെ മനസ്സിൽ പോലും ഇത്രയും നല്ല വാചകങ്ങളില്ല. ഉണ്ടായിരുന്നെങ്കിൽ എത്ര ആണുങ്ങൾ എൻ്റെ വലയിൽ വീഴുമായിരുന്നു. അമ്മയിൽ മിടുക്കി തന്നെ. ഞാനും സദാചാരം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എനിക്കും വല വീശണമെന്ന് തോന്നിയ നിമിഷമായിരുന്നു അത്. ഇങ്ങനെ ദിവസവും ചാറ്റുണ്ടെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. പക്ഷേ അങ്ങേർക്ക് എന്തോ ഒരു ചെറിയ പേടിയോ മറ്റോ ഉണ്ട്. അതുകൊണ്ട് വീട്ടിലേക്ക് വരുന്നില്ല. കാര്യം വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഞാൻ അറിയും. എൻ്റെ കണ്ണും കാതും എല്ലാം ഞാൻ കോർപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. പിന്നെയും ഞാൻ ഇടയ്ക്ക് ചാറ്റെടുത്ത് നോക്കി. അപ്പോഴും അമ്മ ക്ഷണിക്കുന്നേ ഉള്ളൂ, അയാൾ വരുന്നില്ല. പക്ഷേ നീ അടുത്ത ആഴ്ചയെങ്കിലും വരണേ എന്ന് പറഞ്ഞ് ഡേറ്റും സമയവുമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി 4 ദിവസം കൊണ്ടുണ്ട്. ഞാൻ ആ ദിവസത്തിലേക്ക് കാത്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ തലേദിവസം രാത്രിയുണ്ട്. എൻ്റെ പപ്പ എമർജൻസി ആയിട്ട് വന്ന് നിൽക്കുന്നു. പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ ഇനി 10-15 ദിവസം കാണും. അതോടുകൂടി എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത വെപ്രാളമായി. അങ്ങർക്ക് പിന്നീട് മെസ്സേജ് അയച്ച് കാണും, വരണ്ടെന്ന് പറഞ്ഞ് കാണും. എന്തായാലും ആ ഒരു ഉദ്യമം അങ്ങ് മുളയിലെ തട്ടിപ്പോയി. പിന്നീട് 15 ദിവസത്തോളം എൻ്റെ പപ്പയുടെ അമ്മ വല്ലാത്ത സ്നേഹമായിരുന്നു. പകൽ സമയത്ത് മാത്രമാണ് പപ്പ പല ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്നത്. രാത്രി 7 മണിയായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാണ്. 2 പേരും അപ്പോഴേ അങ്ങ് എൻഗേജ്ഡ് ആണ്. നേരത്തെ ഭക്ഷണം കഴിക്കും 8 മണിക്ക് മുമ്പേ. ഇതൊക്കെയാണ് അവരുടെ വികൃതികൾ. എന്തെങ്കിലും ആകട്ടെ, എന്തായാലും ആ ബന്ധം എങ്ങനെ പോകുന്ന അറിയില്ലല്ലോ. എനിക്ക് നല്ല ആകാംക്ഷയുണ്ടായിരുന്നു. മമ്മിയുടെ മൊബൈൽ എടുത്ത് നോക്കാൻ ആ സമയത്ത് എനിക്ക് പറ്റിയില്ല. എങ്കിലും എൻ്റെ പപ്പ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ മൊബൈൽ എടുത്ത് നോക്കി. അപ്പോഴേക്കും എൻ്റെ അമ്മ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എടാ, പുള്ളിക്കാരൻ വെള്ളിയാഴ്ച പോകും, രാവിലെയാണ് പോകുന്നത്. അപ്പോൾ നീ അന്ന് രാത്രി തന്നെ വരണം. ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ്, പ്ലീസ് വന്നേ പറ്റൂ. അപ്പോൾ അവൻ ചോദിച്ചു, അയാൾ സർപ്രൈസ് ആയിട്ടല്ലേ വന്നത്, അങ്ങനെ പോകട്ടെ, പോയി കഴിഞ്ഞ് ഉറപ്പാക്കിയിട്ട് മാത്രം ഞാൻ വരാം, പിറ്റേ ദിവസം വരാമെന്ന്. വേണ്ട, അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ നീ വരണം. എൻ്റെ ഒരു നല്ല ഡേറ്റാണ് പാഴായിപ്പോയത്, പ്ലീസ് നീ വരില്ലെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ വരാമെന്ന് പറയുന്നു. പക്ഷേ പോയെന്ന് ഉറപ്പാക്കാൻ വേണ്ടി എനിക്ക് മെസ്സേജ് അയക്കണേ എന്ന് പറയുന്നു. അങ്ങനെ പോയാൽ ഉടനെ തന്നെ നിനക്ക് ഞാനൊരു ഗ്രീൻ സിഗ്നൽ തരാം. അപ്പോൾ പുള്ളി ചോദിക്കുന്നു, ഗ്രീൻ സിഗ്നൽ അതെന്താ? ഞാൻ എൻ്റെ ഗ്രീൻ പാവാട, പച്ച പാവാട അഴയിലിട്ടേക്കാം. നീ ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലേ, ആ സമയത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും ഇവിടെ ഗ്രീൻ സിഗ്നലാണെന്ന്. അയ്യോ എന്ന് പറഞ്ഞ് പുള്ളി
ചിരിക്കുന്നു. പോടാ, ഞാൻ നിന്നെ വിളിച്ച് പറയത്തില്ലേ, എല്ലാം കൺഫേം ആക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ ഈ വാട്സാപ്പ് ചാറ്റുകൾ. ഞാൻ അപ്പം തന്നെ എന്നോട് പറയും. പുള്ളി വിമാനം കയറി അവിടെ ചെന്ന് വിളിച്ച് കഴിയുമ്പോഴേക്കും അന്നത്തെ നിൻ്റെ ഗ്രീൻ സിഗ്നൽ ഞാനങ്ങ് തെളിച്ച് തരും, നല്ല പച്ചയായ സിഗ്നൽ എന്ന് പറയുന്നു. അങ്ങേരും നേരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കേൾക്കാൻ സമയമില്ല മാഡം. അപ്പോൾ പപ്പ പോകുന്ന അന്ന് രാത്രി കൊമ്പും വെൺചാമരവും വില്ലും വീരാളിപ്പട്ടും അവിടെ ചൂടി ഒരു ഉത്സവമേളം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പപ്പ പോയി കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അയാൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. ഒരു കാര്യവുമില്ലാതെ ആകാംക്ഷ കൊണ്ട് ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞാണ് അങ്ങേര് വന്നത് എനിക്ക് മനസ്സിലായി. ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ഞാൻ അടങ്ങിയിരുന്നു. അയാൾ മുറിക്കകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ പോയി മുട്ടിലെഴഞ്ഞ് കാതോർത്ത് നിന്നു. അകത്തെ കിന്നാര വർത്തമാനങ്ങളും ശബ്ദങ്ങളുമൊക്കെ ഞാൻ ഇപ്പോഴാണ് യഥാർത്ഥമായും അടുത്ത് ചെന്ന് ആസ്വദിക്കുന്നത്. എനിക്ക് ആകെ കൂടി വല്ലാത്ത പ്രശ്നങ്ങളായി. ഇയാൾ സുന്ദരിയായ എന്നെ കണ്ടില്ലേ, എൻ്റെ അമ്മയാണ് അയാൾക്ക് ഇഷ്ടം, ഇയാൾക്ക് നാണമില്ലേ എന്നൊക്കെ ഞാൻ ഓർത്ത് പരിതപിച്ചു. ഇതിന് പകരം എൻ്റെ മുറിയിൽ അയാൾ വന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ സ്വർഗത്തിലായേനെ എന്നോർത്തു. ശബ്ദങ്ങൾ എന്നെ അസൂയ കൊള്ളിച്ചു, ഹരവും കൊള്ളിച്ചു. എന്തായാലും ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ലല്ലോ. ഞാൻ മിടുക്കിയായിരുന്നെങ്കിൽ അങ്ങയുടെ ഫോൺ നമ്പർ വാങ്ങി ഞാൻ അയാളെ വിളിച്ചു വരുത്തിയേനെ. പക്ഷേ എനിക്കതിനുള്ള ധൈര്യമുണ്ടായില്ല. എൻ്റെ അമ്മയാണ് യഥാർത്ഥ മിടുക്കിയെന്ന് 100 വട്ടം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ഒരു 20 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ നിന്ന് പോന്നു. എനിക്ക് വയ്യ കോലാഹലമൊന്നും കേൾക്കാൻ. അതൊരു കോലാഹലമേടായി മാറുകയല്ലേ. ഞാൻ എൻ്റെ മുറിയിൽ വന്നു. പിന്നീട് എനിക്ക് വട്ടം കറക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഓർത്തു. എന്ത് ചെയ്യാം, ഒരു പെണ്ണ്, അവൾക്ക് അവളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനോ നേടിയെടുക്കാനോ ഈ സമൂഹത്തിൽ ഒത്തിരി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഒത്തിരി ഉപായങ്ങളും ട്രിക്കുകളും അറിയണം. എന്തായാലും എൻ്റെ അമ്മ പഠിച്ച കള്ളിയായതുകൊണ്ട് അത് നേടിയെടുത്തു. ഞാൻ ദേ ഇവിടെ മയിൽക്കുറ്റി പോലെ വെറുതെ ഇരിക്കുന്നു. എന്തായാലും അന്നും അതിനടുത്തുള്ള ദിവസങ്ങളിലും എല്ലാം അയാൾ വന്നുകൊണ്ടേയിരുന്നു. തുടർച്ചയായി എനിക്ക് തോന്നുന്നു 1 മാസത്തോളം ഉണ്ടായിരുന്നു എന്ന്. അത് കഴിഞ്ഞൊരു ദിവസം അമ്മ പപ്പയോട് വിളിച്ച് പറയുന്നു, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്നൊക്കെ. അമ്മയ്ക്ക് എന്താ അസുഖമെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അസുഖമൊന്നുമില്ല, അസുഖം ഉടനെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ, ഒരാളെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അമ്മ പോയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ വളരെ സന്തോഷവതിയാണ്, പാട്ട് പാടി നടക്കുന്നു. അമ്മേ, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? എന്താകാനാ, ഞാൻ പോയ ആളെ കണ്ടിട്ട് ഞാനിങ്ങി പോന്നു എന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴുണ്ട് പപ്പ എൻ്റെ ഫോൺ വിളിക്കുന്നു. എന്താ പപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോളെ നിനക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല, എന്നാലും ഒരു ശുഭവാർത്തയുണ്ട്. അമ്മ ഗർഭിണിയാണ്. ഇത്രയും കാലം കഴിഞ്ഞെങ്കിലും ഒരു കുഞ്ഞു വരും. മോൾക്ക് ഇത്തിരി നാണക്കേടാണെന്നറിയാം, എന്നാലും അതൊരു ദൈവാനുഗ്രഹമായി എടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബോധക്ഷയം വന്നപോലെ തോന്നി. ഓക്കെ പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. എനിക്ക് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യമാണ് വന്നത്. അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്, അത് പാട്ട് പാടിക്കൊണ്ട്. അമ്മ ഗർഭിണിയാണോ? നിന്റെ പപ്പ വിളിച്ച് പറഞ്ഞോ? ഞാൻ പറഞ്ഞിരുന്നു നിന്നോട് വിളിച്ച് പറയാൻ. എനിക്ക് നിന്നോട് പറയാൻ ചമ്മലായിരുന്നു. ഞാൻ പറഞ്ഞു, ചമ്മല് കാണും, കാര്യം ഇത് പപ്പയുടെ കുട്ടിയല്ലല്ലോ. എന്താണ് നീ പറഞ്ഞത്? വൃത്തികേട് പറയുന്നു അമ്മയോട്. ഞാൻ പറഞ്ഞു, വൃത്തികേടൊന്നുമല്ല, സർവ്വ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ആ ഫ്രിഡ്ജ് നന്നാക്കാൻ വന്ന സുന്ദരനായ ആളല്ലേ ഇതിന് കാരണക്കാരൻ. പപ്പ പോയിൻ്റ് അന്ന് എന്നെ വിളിച്ചു വരുത്തിയതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയുടെ വാട്സാപ്പ് ചാറ്റും സംഭാഷണങ്ങളുമെല്ലാം ഞാൻ എൻ്റെ വാട്സാപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ തെളിവും എൻ്റെ കയ്യിൽ ഭദ്രം. പിന്നെ കുട്ടി, അതിൻ്റെ DNA നോക്കിക്കഴിഞ്ഞാൽ പപ്പയുടേതാണോ അവൻ്റേതാണോ എന്ന് അറിയാൻ പറ്റും. എല്ലാം പപ്പയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നെ കെട്ടിപ്പിടിച്ച്, മോളെ ആരോടും പറയില്ലേ, എനിക്ക് പറ്റിയ അബദ്ധമാണ്. എനിക്കൊരു അമ്മയാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. നിൻ്റെ പപ്പയുടെ സ്ട്രിക്റ്റായുള്ള ഒരു സ്നേഹം കൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല, അമ്മയ്ക്ക് നല്ല കുഴപ്പമുണ്ട്. എന്തിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പെട്ടെന്ന് ഭാവം മാറി എന്നോട് ഒത്തിരി സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ തുടങ്ങി. മോളെ, ഈ കുഞ്ഞുണ്ടാകട്ടെ, എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി കൊതിയാണ്. പ്ലീസ്, നീ പറഞ്ഞതെല്ലാം എനിക്കുണ്ട്, ഞാൻ തെറ്റുകാരിയാണ്, എൻ്റെ കൂടെ നിൽക്കൂ, എൻ്റെ പൊന്നു മോളല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അമ്മ എന്നോട് എല്ലാ കാര്യത്തിലും നിൽക്കണം, സപ്പോർട്ടും ചെയ്യണം. മോൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഫുൾ സപ്പോർട്ട്. ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെടി.
അവൻ്റെ കുഞ്ഞാണെന്ന് എനിക്കറിയില്ല, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കൊരു കുട്ടിയെ വേണം, അതുകൊണ്ട് പ്ലീസ് നിൻ്റെ പപ്പ എന്നും ഇനി ജന്മത്തിൽ വിചാരിച്ചത് നടക്കില്ല, എൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും അയാളെ കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നിയെന്ന്. അപ്പോഴേക്കും അമ്മ പറഞ്ഞു അത് പ്രശ്നമില്ല, നിനക്ക് അവനെ കെട്ടണോ, ഞാൻ കെട്ടിച്ചു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് കെട്ടുമൊന്നും വേണ്ട, അല്ലാതാണെങ്കിൽ ഇനി ഞാൻ റെസ്റ്റിലല്ലേ മോളെ, അമ്മ സപ്പോർട്ട് ചെയ്യാം, നിൻ്റെ മണിയറ അലങ്കരിക്കാൻ അവൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ അയാളോട് പറഞ്ഞിട്ടാണ് അമ്മ എനിക്ക് വേണ്ടി മണിയറയിലേക്ക് അയാളെ വിട്ടത്. തക്ക സമയത്ത് ഒരു ട്രിക്ക് എടുത്തതുകൊണ്ട് ഒരു സുന്ദര കുട്ടപ്പനെ ഈ ചെറിയ പ്രായത്തിലെ എനിക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റി മാഡം. സത്യമായും ഒത്തിരി ഒത്തിരി സന്തോഷം എനിക്കിപ്പോഴുണ്ട്. അയാൾ വന്നു തിരുമധുരം തന്നു എന്ന് പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണമെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. എൻ്റെ അമ്മയെപ്പോലെയല്ല ഞാൻ. കുറച്ചുകൂടെയൊക്കെ വീഡിയോ കണ്ടതുകൊണ്ട് അയാളെ ഞാനൊരു അടിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. പുള്ളിയാണെങ്കിൽ ഇപ്പോൾ എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതുപോലെ പുള്ളി പറയുന്നെന്ന്. അത് സാരമില്ല മോളെ, വേണമെങ്കിൽ നീ കല്യാണം കഴിക്കുക എന്ന് അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ തമ്മിൽ 8 വയസ്സിൻ്റെയോളം പ്രായവ്യത്യാസമുണ്ട് മാഡം. ഇത് ശരിയാകുമോയെന്ന് എനിക്ക് കൺഫ്യൂഷനുണ്ട്. എൻ്റെ കഥ കേട്ടിട്ട് മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ കാണിക്കുന്നതൊക്കെ പക്കാ തോന്നിയസാണ്. ഒരു സുന്ദരനായ ആണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കും മകൾക്കും ഒരുപോലെ താല്പര്യം തോന്നി. അമ്മ അപ്പോൾ കയറി ഗോൾ അടിച്ചു, മകളത് കണ്ടുകൊണ്ട് നിന്നു. പിന്നെ അവരെ നിരീക്ഷിച്ചു. അവസാനം അമ്മയുടെ ഗോളുകൾ നേടിയെടുത്തു. ആ സമയത്തൊക്കെ രഹസ്യമായിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞ് അവസാനം ആ സമയത്ത് നിങ്ങൾ കയറി നിങ്ങളുടെ ആവശ്യത്തിന് അമ്മയെ കൊണ്ട് പറയിപ്പിച്ച് കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തു. ഇവിടെ അമ്മയും കണക്കാണ്, മകളും കണക്കാണ്. രണ്ടുപേരും നേരായ വഴിക്ക് പോയ 2 വ്യക്തികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പം അങ്ങേര് നിങ്ങളുടെ കൂടെ സ്നേഹിച്ച് ജീവിക്കുന്നു. അങ്ങനെയൊക്കെ നിങ്ങളെ കല്യാണം കഴിക്കണമെന്നുണ്ട്. നിങ്ങൾക്കും എന്തോ ഒരു സൈഡ് വലിവുണ്ട്. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാവുന്ന കാര്യം. അമ്മയ്ക്ക് പറഞ്ഞതുപോലെ ഒരു സൈഡ് സപ്പോർട്ട് അങ്ങനെ ഉണ്ടല്ലോ. സ്വന്തം കുട്ടിയുടെ അച്ഛൻ അവിടെ എവിടെങ്ങാനും കാണുന്നത് മോളുടെ ഭർത്താവായിട്ടുള്ളത് അവർക്ക് നല്ലത്, ഭാവിയിൽ ഉപകാരമാകും. അമ്മയും മോളും തമ്മിൽ നല്ല കോർഡിനേഷൻ അല്ലേ. അങ്ങനെ വിചാരിച്ച് അമ്മ അതും ചിലപ്പോൾ സമ്മതിച്ചേക്കും. പക്ഷേ നിങ്ങളുടെ എടുത്തുചാട്ടം നിങ്ങൾക്ക് അത്ര നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം ബന്ധങ്ങളിൽ അകപ്പെട്ട് തന്നെ തെറ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അവിഹിതമായ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾക്ക് മാത്രമേ കൊള്ളുകയുള്ളൂ. അല്ലാതെ അത് കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതൊരു കുടുംബമാക്കി മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എപ്പോഴായാലും പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ദിവസവും ഇപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓരോരുത്തർ അവിഹിതമായ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അവസാനം അത് വലിയ വലിയ ദുരന്തങ്ങളിൽ കലാശിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളും ഇത്തരം ബന്ധങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് ക്യൂരിയോസിറ്റി മൂലം ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുന്നവർ ഒരു പരിധി കഴിയുമ്പോൾ ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. കാര്യം സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുക, അല്ലാതെ അത് പോയി കല്യാണം എന്നൊക്കെ ആയിക്കഴിഞ്ഞാലില്ലേ അവസാനം അത് വലിയ കോംപ്ലിക്കേഷൻസ് ആകും. നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്, പഠിക്കുക, ജോലി നേടിയെടുക്കുക. സൗന്ദര്യമുള്ളൊരു പുരുഷനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കാൻ മാത്രമുള്ള ഒരു നല്ല സിറ്റുവേഷൻ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് പുനർവിചിന്തനം ചെയ്യുക. ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് പതുക്കെ പിന്മാറുക. നിങ്ങൾ നിങ്ങളുടെ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുക. അമ്മയും അങ്ങേരും തമ്മിലുള്ള കാര്യങ്ങൾ അവർ മാനേജ് ചെയ്തോളും. അനാവശ്യമായ രഹസ്യങ്ങളും കൂട്ടുബന്ധങ്ങളും ഉള്ളിടത്ത് ഇപ്പോൾ പ്രശ്നങ്ങൾ മാത്രമാണെന്നുള്ളത് എപ്പോഴും നമ്മൾ കാണുന്നതായതുകൊണ്ട് എനിക്കൊരിക്കലും ഇത്തരം ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റുകയില്ല. ഞാനതിന് ഒരിക്കലും നല്ലൊരു ഉപദേശം കൊടുക്കുകയില്ല. ഇത് വേണ്ട, ബുദ്ധിപരമായി തിങ്ക് ചെയ്തതിൽ നിന്ന് പിന്മാറി നല്ല ജീവിതത്തിലേക്ക് വരൂ എന്ന് മാത്രമേ എനിക്ക് ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ.